വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ദുരിതം വിതച്ച് പേമാരി. സംസ്ഥാനത്ത് കാലവർഷം സജീവം. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പുഴകൾ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ ബാവലിപ്പുഴയിൽ കൊട്ടിയൂർ തീർത്ഥാടനത്തിന് 2 പേരെ കാണാതായി. കുമ്പളയിൽ കനത്ത കാറ്റിൽ 3 നില കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു. കണ്ണൂർ പന്നിയൂർ കുവൻകുന്നിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. തേജസ്വിനി പുഴ കരകവിഞ്ഞതാണ് പോടോത്തുരുത്തിയിൽ വെള്ളക്കെട്ടിന് കാരണം. ഇവിടെയുള്ളവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കുറച്ച് എല്ലാവർക്കും വിഷമിച്ചിട്ടുണ്ടാവും. കുറേ ആളെല്ലാം അതാളെ വീട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ചാത്തമത്തെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിൽ കുമ്പള KSTP റോഡിലേക്ക് 3 നില കെട്ടിടത്തിന്റെ ഇരുമ്പുമേൽക്കൂര തകർന്നു വീണു. NH66 മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. സർവീസ് റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ മേഘ കമ്പനിയുടെ വാഹനങ്ങൾ BJP പ്രവർത്തകർ പിടിച്ചിട്ടു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിലേക്ക് 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മൈച്ച മുനമ്പത്ത് 15 വീടുകളിൽ വെള്ളം കയറി. കാസർഗോഡ് ബേവിഞ്ചിയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. ജില്ലാ ഭരണകൂടം പ്രശ്നബാധിത മേഖലയായി കണ്ടെത്തിയ പ്രദേശത്താണ് മണ്ണിടിഞ്ഞത്. കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിനു മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയിൽ കാസർഗോഡ് മാവുങ്കാലിൽ ദേശീയപാതയോരത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷം. ദേശീയപാത നിർമ്മാണവും ഡ്രൈനേജ് ഇല്ലാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യം ചില ദൃശ്യങ്ങളും പ്രതികരണങ്ങളും. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് അരുൺ, വടക്കൻ കേരളത്തിൽ പരക്കെ മഴ പെയ്യുകയാണ്. അതിൽ തന്നെ കണ്ണൂരും കാസർഗോഡുമാണ് കഴിഞ്ഞ 2 ദിവസമായി ഒട്ടും തോരാതെ മഴ തുടരുന്നത്. എന്താണ് അവിടുത്തെ പൊതു സാഹചര്യം? തേജസ്വിനി പുഴ ഉൾപ്പെടെ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറിയത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. മഴയ്ക്ക് ശമനമുണ്ടോ അതോ ഇപ്പോഴും പഴയതുപോലെ തീവ്ര മഴ തുടരുകയാണോ അരുൺ? വിജയകുമാർ, അല്പസമയം മുമ്പ്, അതായത് ഒരു അരമണിക്കൂർ നേരം മാത്രം മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. ഇപ്പോഴും മഴ ശക്തമായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോടോത്തുരുത്തിയിലാണ്, നീലേശ്വരം പോടോത്തുരുത്തിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ, നമ്മുടെ ക്യാമറമാൻ രജീഷ് കരുവള്ളൂരാണ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അതവിടെ കുറേ ആളുകൾ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇതൊരു റോഡാണ്. അവിടെ 60ഓളം വീടുകളുണ്ട്. 60ഓളം വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ കുറേ പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ആ വീടുകളിൽ തന്നെ കഴിയുന്നുണ്ട്. അത് ആളുകൾ നടന്നു വരുന്നത് വെള്ളത്തിലൂടെയാണ്. മുട്ടിന് ഒപ്പം വെള്ളം അവിടെയുണ്ട്. ആ മതിലൊക്കെ വെള്ളത്തിലിങ്ങനെ പകുതിയോളം വെള്ളം നിറഞ്ഞൊരു അവസ്ഥയിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളക്കെട്ടിന് കാരണമായത് തേജസ്വിനി പുഴ കരകവിഞ്ഞതാണ്. ഈ ദക്ഷിണ കന്നഡയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മലമേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് ഈ കാസർഗോഡ് ജില്ലയിലെ പല നദികളും വെള്ളം കയറാൻ, ജലനിരപ്പ് ഉയരാൻ അത് കാരണമായിട്ടുണ്ട്. ഈ തേജസ്വിനി പുഴ കരകവിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. 60ഓളം വീടുകളിലാണ് ഈ നീലേശ്വരം പോടോത്തുരുത്തിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. മാത്രമല്ല, മധുവാഹിനി പുഴയും പൈവളിക പുഴയുമൊക്കെ ഒരു കരകവിഞ്ഞ മട്ടാണ്. നദിയിലെ ജലനിരപ്പ് ഉയർന്ന മട്ടാണ്. പറമ്പ LP സ്കൂളിൽ, വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിൽ ഇപ്പോൾ 10 കുടുംബങ്ങളെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. 37 അംഗങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. മറ്റൊന്ന് ബേവിഞ്ച തെക്കിൽ മേഖലയിലാണ്. NH-ലെ ബേവിഞ്ച തെക്കിൽ മേഖലയിൽ അവിടെ മണ്ണിടിച്ചിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അവിടെ ഈ ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നേരത്തെ നടത്തിയിരുന്നു. ഇതായിപ്പോൾ ഈ ആളുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തെ പോടോത്തുരുത്തിയിൽ ആളുകൾ ഇവിടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രതികരണം നമുക്കൊന്ന് തേടാൻ എന്ന് തോന്നുന്നു.
പക്ഷേ ഇവിടെ മുട്ടിനോളം വെള്ളമുണ്ട്. കുറച്ച് കുട്ടികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇത് എപ്പോൾ മുതലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായത്? ഇന്നലെ മുതലാ? എത്ര വീടുകളുണ്ട് ഇവിടെ? 200-200 വീടുണ്ട്. 200ഓളം വീടുകളുണ്ട്. എല്ലാ വീട്ടിലും ഇതാണ് അവസ്ഥ? ഈ പ്രദേശത്ത് കൂടുതലുണ്ട്. നിങ്ങളിപ്പോ കുറെ വീടുകളുണ്ടോ ഈ ഭാഗത്ത്? വല്ലാത്ത ബുദ്ധിമുട്ടായി. ഇതിപ്പോ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ? ഈ പ്രാവശ്യം കുറച്ചധികം. ഈ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് അധികമായി വെള്ളം കയറി. ശക്തമായ മഴ കഴിഞ്ഞ 3 ദിവസമായി അതിതീവ്ര മഴയാണ് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് അലേർട്ടാണ്. അതിൻ്റെ ഭാഗമായി നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഈ ഇവരൊക്കെ ക്യാമ്പിലേക്ക് മാറിയോ? അവിടെ ഏതാണ്ട് 60-ലധികം വീടുകളുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ക്യാമ്പുകളിലേക്ക് മാറിയോ? അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ജില്ലാ ഭരണകൂടമൊക്കെ? വിജയകുമാർ, നിലവിൽ ഈ പോടോത്തുരുത്തിയിലെ ആളുകളെ ബന്ധുവീടുകളിലേക്കാണ് കുറച്ച് ആളുകളൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മറ്റു ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ കുട്ടികളൊക്കെ അവിടെയുള്ള ആളുകളാണ്. അവരൊന്നും മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. പക്ഷേ 12 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ലൈവ് നൽകുന്ന സമയത്ത് ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിതീവ്ര മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂക്ഷമാവാനുള്ള കാരണം. തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. തേജസ്വിനി പുഴ, അതുപോലെ തന്നെ കാര്യങ്കോട് പുഴ, പൈവളിക, മധുവാഹിനി പുഴ എന്നിവിടങ്ങൾ, ഉപ്പളപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാഹചര്യമുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയതാണ്. എന്തായാലും ഇനിയും വെള്ളം കൂടുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ കൂടി ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വരും. നിലവിൽ നീലേശ്വരത്ത് ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. ആകെ തുറന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിൽ മാത്രമാണ്. വിജയകുമാർ. യെസ്, അരുണാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് അരുൺ സംസാരിക്കുമ്പോഴും പെരുമഴ അവിടെ തുടരുകയാണ്. അപ്പോൾ ജലനിരപ്പ് പുഴകളിൽ ഉയരുന്നുണ്ട്. ആളുകൾ ക്യാമ്പുകളിലേക്കൊക്കെ മാറണം. സുരക്ഷാ ക്രമീകരണങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം തൃശൂർ പടിയൂരിൽ 100-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക ബണ്ടിൽ വെള്ളം കെട്ടി നിന്നതാണ് കാരണം. സംഭവത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങളും പ്രതികരണങ്ങളും കാണാം. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, അവിടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണല്ലേ? നിരവധി വീടുകളിൽ വെള്ളം കയറി, നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. എന്താണ് അവിടെ ഈ വെള്ളക്കെട്ടിന് കാരണം? സ്ഥിരം അങ്ങനെ വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലമല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതെന്തോ ഒരു പ്രത്യേക കാരണം അവിടെ ഉണ്ടല്ലേ? വിജയകുമാർ, 2018 പ്രളയത്തിൽ മാത്രമാണ് ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത്. ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പടിയൂരിൽ നിർമ്മിക്കുന്ന പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് ഇവിടെ ഉയരാൻ ഇടയാക്കിയിരിക്കുന്നത്. അവിടെ ഒരു താൽക്കാലികമായുള്ള ബണ്ടുണ്ട്. ഈ പാലത്തിലെ അശാസ്ത്രീയ നിർമ്മാണം കാരണം ഈ പാലം നിർമ്മാണം ഏറെ വൈകി. മഴക്കാലമായിട്ടും ഈ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ഇതോടുകൂടി ഈ ബണ്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ജലനിരപ്പ് ഉയരുകയായിരുന്നത്. ഇതിപ്പോൾ ഒരു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പൈപ്പാണ്. അപ്പോൾ ആ പൈപ്പിന്റെ ഉയരം എത്രത്തോളം ഉണ്ട് എന്ന് വിജയകുമാർ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് കുടിവെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയിലാണ് ഇവിടത്തുകാരുള്ളത്. പല വീടുകളിലേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. പലരും ബന്ധുവീടുകളിലേക്കൊക്കെ ഒഴിഞ്ഞുപോയി. ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഈ ബണ്ട് പൊളിക്കാനുള്ള ഒരു അടിയന്തര നടപടി ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് പറയുന്നത്. ഇത് ഒരു റോഡാണ്. ആ റോഡിന്റെ ആ ഭാഗത്തൊക്കെ വെള്ളം കയറി അതിലൂടെയുള്ള ഗതാഗതം തന്നെ ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ നിന്ന് വീട്ടിലെ ഗൃഹനാഥനാണ് ചേരുന്നത്. ചേട്ടാ, എന്താ അവസ്ഥ മൊത്തത്തിൽ? ഇത് 2018 ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു അനുഭവം വരുന്നത്. അല്ലെങ്കിൽ കൂടിയും നമുക്ക് 2 ദിവസം പ്രശ്നം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പം ഇത് അവിടുത്തെ പാലത്തിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് തന്നെ വെള്ളം ഇപ്പോൾ പോകാത്ത. ഇതിന് മുന്നേ ഒരാഴ്ച മുന്നേ വെള്ളം വന്നിരുന്നത് ഇതുപോലെ. അത് അന്ന് കുറച്ച് പോയി അവിടെ പൊളിച്ചതിൻ്റെ ഇതിൽ 2 ദിവസം കൊണ്ട് വെള്ളം പോയി നമുക്ക് ഇതായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മഴയിലാണ് വീണ്ടും ഇതുപോലെ ചെയ്ത്. ഇവിടെ കുറച്ച് പേര് കൂടി ചേരുകയാണ്. ചേച്ചി, വല്ലാത്ത അവസ്ഥയാണല്ലേ? ചെറിയ മഴ വരുമ്പോഴേക്കും വെള്ളം പെട്ടെന്നാണ് അറിയണത്. പോവാനുള്ള ഒരു ഇതില്ല വെള്ളത്തിന്. പാലത്തിന്റെ അവിടെ പൊട്ടിച്ചിടാത്ത കാരണം വെള്ളം ഒട്ടും പോണില്ല. പേടിയാണോ? പിള്ളേരൊക്കെ വിടാനും പേടിയാണ്. ഒന്നാമത് ടാങ്കിന്റെ ഉള്ളിലൊക്കെ വീഴോ, കാനയുടെ ഉള്ളിലൊക്കെ വീഴോ എന്നൊക്കെ ഒരു പേടിയാണ് ഞങ്ങക്ക്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയല്ലേ? വെള്ളം കയറിക്കൊണ്ടിരിക്കുക. വെള്ളത്തിന് കുറവൊന്നുമില്ല. ഇപ്പം
ആൾക്കാർക്ക് കിടക്കാനും ബുദ്ധിമുട്ട്, പശുക്കളുണ്ട്, പശുക്കളെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട്. ഞങ്ങൾ 2 ദിവസം നാൾ മാറി പശുവിനെയൊക്കെ കൊണ്ടുപോകണം. പോണ വീട്ടുകളിൽ പശുവിനെ കെട്ടാനല്ല. അതാണ് വിജയകുമാർ, പല വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഉള്ളിലൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി തള്ളിക്കൊണ്ടൊക്കെ വരുന്നത് കാണാം. അതായത് അത്രമാത്രം ഒരു ഏരിയ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർ പറയുന്നത് ഈ തഹസിൽദാർ അടക്കം എത്തിക്കൊണ്ട് ഒരു അടിയന്തര നടപടൽ, അതായത് ഈ ബണ്ട് പൊളിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അങ്ങോട്ടൊക്കെ ചേച്ചിയൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ കാണാം. അവരുടെയൊക്കെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ പ്രയാസപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള വീടുകളിലെല്ലാം തന്നെ, അതായത് അക്കരയും വീടുകളുണ്ട്, അവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുന്നു. 100-ലധികം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം പടിയൂർ പഞ്ചായത്ത് ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അകലെയാണ് പടിയൂർ പഞ്ചായത്ത് ഉള്ളത്. അവിടെയാണ് ഈ ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചെത്തിയത്. പക്ഷേ അവർക്ക് പോലും ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണാനാകുന്നില്ല. ഇതോടുകൂടിയാണ് ജനങ്ങൾ വലിയ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളക്കെട്ടിൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ ആകെ വലയുകയാണ്. അതിന്റെ വിവരങ്ങളാണ് സൂരജ് പങ്കുവച്ചത്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടുമാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കനത്ത മഴയിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. വിലങ്ങാട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയത്. കോഴിക്കോട് ചെറുപുഴയിൽ കാണാതായ വയോധികനായി തെരച്ചിൽ തുടരുകയാണ്. കനത്തു പെയ്യുന്ന മഴയ്ക്കൊപ്പം നാശനഷ്ടങ്ങളും കൂടുന്നു. വിലങ്ങാട് ജയറാണി നഴ്സറി സ്കൂൾ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വിഷ്ണുമംഗലം ബണ്ട് കരകവിഞ്ഞൊഴുകി. വാണിമേൽ, പെരിങ്ങത്തൂർ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. തൂണേരിയിൽ ബഡ്സ് സ്കൂളിന്റെ മുകളിൽ മൺതിട്ടയിടിഞ്ഞ് കെട്ടിടം തകർന്നു. സ്കൂൾ അവധിയായതിനാൽ ദുരന്തമൊഴിവായി. ബേപ്പൂർ വെസ്റ്റ് മാഹിയിൽ ചുഴലിക്കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. മരങ്ങൾ കടപുഴകി. വെളിച്ചെണ്ണ മില്ലിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾ പറന്നു. ചെറുപുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, ചാലിയാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. ഇരിങ്ങണ്ണൂർ മുടവന്തേരിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൂണേരി പഞ്ചായത്ത് 1-ാം വാർഡിൽ കാട്ടിൽ ചാത്തുവിന്റെ വീടാണ് തകർന്നത്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ മരം വീണ് വീടുകൾക്കുൾപ്പെടെ നാശനഷ്ടമുണ്ടായി. വൈദ്യുതി ലൈനിലേക്ക് മരം വീണ് പോസ്റ്റുകൾ തകർന്നു. പലയിടത്തും വൈദ്യുതി മുടങ്ങി. പാലത്തിങ്ങൽ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. 24 കോഴിക്കോട്. കനത്ത മഴയിൽ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിലും വലിയ നാശനഷ്ടമുണ്ടായി. ഇടുക്കി ചെമ്മണ്ണാറിൽ മരമൊടിഞ്ഞ് വീണ് 3 വയസ്സുകാരന് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയം ജില്ലയിലെ 15ഓളം വീടുകൾ തകർന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രം മുങ്ങി. ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമാണ് മധ്യ കേരളത്തിലുണ്ടായത്. ഇടുക്കി ചെമ്മണ്ണാറിൽ ശക്തമായ കാറ്റിൽ വീടിനു മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് 3 വയസ്സുകാരനു പരിക്കേറ്റു. വെള്ളയാംകുടിയിൽ വീടിനു മുകളിലേക്ക് മരം വീണു. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയിൽ ജില്ലയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. അടിമാലിയിൽ അമ്പലപ്പടി സ്വദേശിയുടെ കിണറിടിഞ്ഞു താഴ്ന്നു. നല്ല തണ്ണിയിലും മുള്ളരിക്കുടിയിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പെരിയാറിൽ ജലനിരപ്പുയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ആലുവയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി സമീപത്തെ വീട്ടിലേക്ക് ചെരിഞ്ഞു വീണു. പ്രദേശത്തെ 4 വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്നും കടലേറ്റം ശക്തമാണ്. കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ മഴയിലും കാറ്റിലും 15ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി നാശനഷ്ടങ്ങളുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചാലിൽ നിർധന കുടുംബം താമസിച്ചിരുന്ന വീട് ഭാഗികമായി തകർന്നു. പാറശാലയിൽ തേക്കൊടിഞ്ഞു വീണ വീട് പൂർണ്ണമായും തകർന്നു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കാട്ടാക്കട ആമച്ചലിൽ
നിർധന കുടുംബം താമസിച്ചിരുന്ന വീട് ഭാഗികമായി തകർന്നു. ആനി രാജേഷ് ദമ്പതികളുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഭാഗികമായി തകർന്നത്. ആനിയും രാജേഷും 2 കുട്ടികളും അപകട സമയത്ത് ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. രാത്രി ശബ്ദം കേട്ട് ഇങ്ങനെ മോള് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് ഈ വീട്ടിലെ ഭാഗം അങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവളെ അമ്മയും വിളിച്ച് പെട്ടെന്ന് ഓടി പുറത്ത് വന്ന് അതിനുശേഷമാണ് ഇങ്ങനെ പിന്നീട് പോയി നോക്കിയപ്പോഴാണ് ഈ വീടിൻ്റെ ഭാഗം അത്രയും വീണതാണ് എന്ന് കണ്ടത്. ഇന്ന് ഉടൻ തന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് അറിയിച്ചതാണ്. പാറശാലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ തേക്കൊടിഞ്ഞു വീണു. പാറശാല പരശുവയ്ക്കൽ പ്രശാന്ത് ഹരിശ്രീ ദമ്പതികളുടെ വീടിന് മുകളിലാണ് മരമൊടിഞ്ഞു വീണത്. വീട് പൂർണ്ണമായും തകർന്നു. തലനാരിഴയ്ക്കാണ് ദമ്പതികൾ രക്ഷപ്പെട്ടത്. 7:30 ആയപ്പോഴാണ് സംഭവം നടന്നത്. പിന്നെ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മൊത്തം മഴയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് പുറത്തിറങ്ങി. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ തേക്കാണ് വീണെന്ന് കണ്ടത്. പിന്നെ ചേട്ടനെ വിളിച്ച് വന്നു പെട്ടെന്ന്. പൊന്മുടി 6-ാം വളവിൽ മരം വീണ് രാവിലെ ഗതാഗത തടസ്സമുണ്ടായി. വിതുര ഫയർഫോഴ്സ് മരം മുറിച്ചു മാറ്റി. ബോണക്കാടും മരം കടപുഴകി വീണു. വഞ്ചിയൂർ പാറ്റൂർ റോഡിലേക്ക് വീണ മരം നഗരസഭ ജീവനക്കാർ മുറിച്ചു നീക്കി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. മലയാലപ്പുഴ താഴം ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നദിയിലിറങ്ങുന്നതിന് കളക്ടർ വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തമാക്കി 4-ാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. സംഘർഷത്തിൽ ഇതുവരെ ഇറാനിൽ 450-ലേറെ പേരും ഇസ്രായേലിൽ 14 പേരും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രിയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു. ടെല്ലവീവിലും ഹൈഫയിലും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഖമൈനിയും കുടുംബവും ബങ്കറിലേക്ക് മാറിയെന്നും അഭ്യൂഹങ്ങളുണ്ട്. രാത്രി വൈകിയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് മേധാവി മുഹമ്മദ് ഗസേമി കൊല്ലപ്പെട്ടത്. ഉപമേധാവി ഹസൻ മൊഹബ്, കമാൻഡർ മൊഹ്സിൻ ബാഖ്രിയും കൊല്ലപ്പെട്ടു. ടെഹ്റാനിലെ സൈനിക കേന്ദ്രം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടു. ഇറാനിലെ പാർച്ചിനിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായെന്നും റിപ്പോർട്ടുണ്ട്. മൗഷാദ് വിമാനത്താവളത്തിൽ ഇറാന്റെ വിമാനം ഇസ്രായേൽ ആക്രമിച്ചു. ഇന്ധനം നിറയ്ക്കാനെത്തിയ വിമാനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയെ ഇസ്രായേൽ വധിക്കാൻ പദ്ധതിയിട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ പിന്മാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ അയത്തുള്ള ഖമനേയും കുടുംബവും വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ലാവിസണിലെ ബങ്കറിൽ അഭയം തേടിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. തുറമുഖ നഗരമായ ഹൈഫയിലെ 3 സ്ഥലങ്ങളിലാണ് ആക്രമണം. കെട്ടിടങ്ങൾ തകർന്നതായും തീപിടിച്ചതായും റിപ്പോർട്ടുണ്ട്. ടെല്ലവീവ്, ജെറുസലേം എന്നീ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. ഇസ്രായേലിന്റെ വ്യോമപാതയും വിമാനത്താവളങ്ങളും പൂർണ്ണമായി അടച്ചു. ഇസ്രായേലിലെ പൊതുസുരക്ഷാ നിർദ്ദേശങ്ങൾ നാളെ കൂടി തുടരും. അതിനിടെ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ച ശേഷമായിരുന്നു പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകം ഉറ്റുനോക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തി. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെറുക്കാൻ ആഗോളതലത്തിലുള്ള ധാരണ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേൽ ഇറാൻ വിഷയം G7 ഉച്ചകോടിയിൽ ചർച്ചയാകും. കാനഡയിലെ ആൽബർട്ടയിലാണ് G7 രാഷ്ട്രങ്ങളുടെ നിർണായക ഉച്ചകോടി നടക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയത്തിൽ ചൂടേറിയ ചർച്ചകളാണ് ഉച്ചകോടിയിൽ പ്രതീക്ഷിക്കുന്നത്. ആഗോള സാമ്പത്തിക ആശങ്കകൾ, ഊർജ്ജ സുരക്ഷിതത്വം തുടങ്ങിയ വിഷയങ്ങൾ മുഖ്യ അജണ്ടയിലുണ്ട്. സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തി. തുടർച്ചയായി 6-ാം തവണയാണ് നരേന്ദ്രമോദി ഉച്ചകോടിയിലെ ക്ഷണിതാവാകുന്നത്. സാങ്കേതിക വൈദഗ്ധ്യം, നിർമ്മിത ബുദ്ധി, ക്വാണ്ടം അഡ്വാൻസ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. 2018-ലെ G7 ഉച്ചകോടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നു എന്ന സവിശേഷതയും ഇത്തവണത്തെ G7 ഉച്ചകോടിക്കുണ്ട്.
വാണിജ്യ നയരൂപീകരണം, അതിർത്തി കടന്നുള്ള സായുധ സേനാ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തത വരുത്താൻ ട്രംപിന്റെ സാന്നിധ്യം സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. G7 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി നാളെ സമാപിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഇതുവരെ 87 മൃതദേഹങ്ങളാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത്. വിമാന അപകടത്തെക്കുറിച്ച് പാർലമെന്ററി സമിതിയും അന്വേഷണം പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട വിജയ് രൂപാണിയുടെ മൃതദേഹം 12 മണിക്ക് ശേഷമാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. ഔദ്യോഗിക ആദരവോടെയാണ് വിമാനത്താവളത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. സ്വദേശമായ രാജ്കോട്ടിൽ വിലാപയാത്രയുണ്ടാകും. വൈകിട്ട് 5 മണിയോടെയാണ് സംസ്കാരം. സംസ്ഥാനം ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുകയാണ്. DNA പരിശോധന നടത്തി മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. ഇതുവരെ 41 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി അന്വേഷണം നടത്തിയേക്കും. വിമാനയാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഈ സമിതി തയ്യാറാക്കുമെന്നും വിവരമുണ്ട്. US UK സംഘവും ബോയിംഗ് കമ്പനിയുടെ വിദഗ്ധരും ഇന്ന് അഹമ്മദാബാദിൽ അപകടസ്ഥലത്ത് പരിശോധന നടത്തി. 24 അഹമ്മദാബാദ്. ഹജ്ജ് തീർത്ഥാടകരുമായി ലക്നൌവിൽ ഇറങ്ങിയ സൗദി വിമാനത്തിന് സാങ്കേതിക തകരാർ. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ചക്രത്തിന്റെ ഭാഗത്തുനിന്ന് തീയും പുകയും ഉയർന്നു. വിമാനത്തിലുണ്ടായിരുന്ന 250 യാത്രക്കാരും സുരക്ഷിതരാണ്. അതിനിടെ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. 250 പേരുമായാണ് ജിദ്ദയിൽ നിന്ന് സൗദി എയർലൈൻസ് SV312 വിമാനം ഇന്നലെ രാവിലെ 6:30 ലക്നൌവിൽ ലാൻഡ് ചെയ്തത്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളത്തിലെ ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ഇടതുവശത്തെ ചക്രത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പൈലറ്റ് വിവരം ATCക്ക് കൈമാറി. ഉടൻ തന്നെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എയർക്രാഫ്റ്റ് റെസ്ക്യൂ ഫയർ ഫൈറ്റിംഗ് സംഘമെത്തിയാണ് തീ അണച്ചത്. 20 മിനിറ്റോളം തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നീണ്ടുനിന്നു. യാത്രക്കാർ സുരക്ഷിതരെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനത്തിലും സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തു. ബോയിംഗ് 787 ഡ്രീംലൈനർ ശ്രേണിയിൽപ്പെട്ട AI315 വിമാനത്തിലാണ് യാത്രാമധ്യേ സാങ്കേതിക തകരാർ ഉണ്ടായത്. പ്രശ്നം കണ്ടെത്തിയ പൈലറ്റ് വിമാനം ഹോങ്കോങ്ങിൽ സുരക്ഷിതമായി തിരിച്ചിറക്കുകയായിരുന്നു. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം പനച്ചമൂട് വീട്ടമ്മ പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി വിനോദിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ 24-ന്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ഇടപാട് തന്നെയാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതി. മണ്ണ് വെട്ടിയിടാൻ മാത്രമാണ് താൻ സഹായിച്ചതെന്ന് കേസിൽ പ്രതിയായ വിനോദിന്റെ സഹോദരൻ സന്തോഷ് മൊഴി നൽകി. സലീം മാലിക് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സലീമ, സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല പ്രതിയുമായി എന്ന് ഈ പ്രിയംവദയുടെ ബന്ധുക്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇയാളുടെ കുറ്റസമ്മത മൊഴി മുഖവിലേക്ക് എടുക്കുമോ പോലീസ് ഈ ഘട്ടത്തിൽ? വിജയകുമാർ, പ്രതി വിനോദിന്റെ കുറ്റസമ്മത മൊഴി പോലീസ് ഒരു പ്രധാനപ്പെട്ട രേഖയായി തന്നെ കരുതുന്നുണ്ട്. അപ്പോഴും കൂടുതൽ അന്വേഷണം വേണം, ആ വിഷയത്തിൽ കൂടുതൽ പരിശോധന വേണം എന്നുള്ളൊരു നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം അതിനുശേഷം ഈ വിഷയത്തിൽ സാമ്പത്തിക തർക്കം മാത്രമാണോ എന്നുള്ള നിലയിൽ പോലീസിന് പരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾ, ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പോലീസ് ശേഖരിക്കാനും തുടങ്ങുകയാണ്. അതിനിടയിലാണ് ഈ നിർണായക മൊഴി 24-ന് ലഭിച്ചത്. വിനോദ് പറയുന്നത് പ്രകാരം സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിന് കാരണം. പാൽ വാങ്ങാൻ പോകും വഴി രാവിലെ പ്രിയംവദയെ വീടിനുള്ളിലേക്ക് ബലമായി വലിച്ചു കയറ്റുകയായിരുന്നു. അതിനുശേഷം മുഖത്തടിച്ചപ്പോൾ പ്രിയംവദയുടെ ബോധം പോയി. 1 മണിക്കൂറിന് ശേഷം ബോധം വന്നപ്പോൾ പ്രിയംവദ ഉറക്കെ വിളിച്ചുകൂവാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെ കട്ടിലിനടിയിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെ 2 ദിവസം കഴിഞ്ഞ് ഈ സഹോദരൻ സന്തോഷിനെ കൂടി വിളിച്ചു വരുത്തിയതിനു ശേഷം സന്തോഷിനെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി. പിന്നാലെ ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ പ്രിയംവദയുടെ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. കുഴിച്ചിട്ട് വളരെ കുറച്ച് മണ്ണ് മാത്രമാണ് മുകളിലിട്ടത്. അതിന് പിന്നാലെ സന്തോഷ്, മദ്യലഹരിയിൽ നിന്ന് മുക്തനായ സന്തോഷിനെ കൊണ്ട് കൃഷി ആവശ്യത്തിനായി താൻ കുറച്ച് മണ്ണിളക്കിയിട്ടിട്ടുണ്ട്, അതൊന്ന് മൂടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് സന്തോഷ് മണ്ണ് അതിന് മുകളിൽ മൂടിയത് എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അതിന് പിന്നാലെ ഇരുവരും ചേർന്ന് വീട് കഴുകുകയും ചെയ്തു. അതുകൊണ്ട് സന്തോഷിന് ഈ കേസിൽ നേരിട്ട്
ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും വീട് കഴുകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്തോഷ് അറിയാതെ ചെയ്യില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. സന്തോഷം പറയുന്നത് താൻ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, പകരം ഈ കുഴിച്ചിടാനുള്ള സഹായം മാത്രമാണ് ചെയ്തത്. അതും താൻ കുഴിച്ചിട്ടിട്ടില്ല, അങ്ങനെ ഒരു ബോഡി ഉണ്ട് എന്നറിയില്ല, മണ്ണ് വെട്ടിയിടുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് സന്തോഷ് നൽകുന്ന മൊഴി. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനിടയിലാണ് നിർണായകമായ സാമ്പത്തിക ഇടപാട് തമ്മിൽ അമ്മയുമായി സാമ്പത്തിക ഇടപാടില്ല എന്ന പ്രിയംവദയുടെ മക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. 24-നോടും അക്കാര്യം അവർ പറയുകയും ചെയ്തിരുന്നു. പേര് പോലും വിനോദിന്റെ പേര് പോലും പ്രിയംവദയ്ക്ക് അറിയുകയുണ്ടായിരുന്നില്ല. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. ഒപ്പം ഈ പ്രതി വിനോദിന്റെ ഭാര്യാമാതാവും പറയുന്നത് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ തന്നെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭയന്നാണ് ഒരു ദിവസം ഇക്കാര്യം മറച്ചുവെച്ചത് എന്നും ഭാര്യാമാതാവ് പറയുന്നു. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ മറ്റു ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതി വിനോദിന്റെ ഭാര്യ മാതാവ് സരസ്വതി അമ്മയാണ് വീട്ടിൽ മൃതദേഹം കണ്ട കാര്യം തന്നോട് പറഞ്ഞതെന്ന് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മൈക്കിൾ പ്രതികരിച്ചു. മൃതദേഹം കണ്ട കാര്യം പേടി കാരണം ഒരു ദിവസം മറച്ചുവെക്കേണ്ടി വന്നുവെന്ന് സരസ്വതി അമ്മയും പ്രതികരിച്ചു. വിനോദുമായി പ്രിയംവദയ്ക്ക് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ പ്രിയംവദയുടെ മക്കൾ തള്ളിക്കളയുകയാണ്. കട്ടിലിൻ്റെ അടിയിൽ കൂടെ എത്തി നോക്കിയപ്പോൾ ചെറിയ ഒരു ചാക്കല്ല, ഒരു പുതപ്പു മൊത്തം ഇത്ര പൊക്കമുണ്ട്, കൈ മാത്രം ഉണ്ട്. ഇത് കണ്ടേനാ സാർ, വെളിക്ക് വെളി ഞാനും എൻ്റെ ചെറുമോൾ അറിഞ്ഞതല്ലാതെ ആരൊത്തും പറഞ്ഞില്ല. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി. പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംബന്ധിച്ച പ്രതി വിനോദിന്റെ ഭാര്യാമാതാവിൻ്റെതാണ് ഈ പ്രതികരണം. പേടി കാരണം ഒരു ദിവസം മുഴുവൻ ഇക്കാര്യം ആരോടും പറയാതെ മറച്ചുവെച്ചു. പിന്നീട് പനച്ചമൂട് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മൈക്കിളിനോട് സരസ്വതിയമ്മ ഇത് വെളിപ്പെടുത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് ഫാദർ സെബാസ്റ്റ്യൻ മൈക്കിളിന്റെ പ്രതികരണം ഇങ്ങനെ: പള്ളിക്കാരത്ത് പറഞ്ഞ ഭാഷയിലാണ്, ഞാൻ അവിടെ ഒരു ചാക്ക് കെട്ട് ഇവർ രാത്രിയിൽ അവിടെ കൊണ്ട് വയ്ക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ പോയി തുറന്നു നോക്കിയപ്പോഴാണ് 2 കൈകളാണ് കണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ 2 പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെ അടുത്ത് വിളിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ CAനെ വിളിച്ച് വന്ന ഉടനെ തന്നെ അവർ ഓഫീസിൻ്റെ അകത്ത് വന്നു. പിന്നീട് അമ്മാമ്മയുമായിട്ട് സംസാരിച്ചു. സാമ്പത്തിക ഇടപാടാണ് കൊലപാതക കാരണമെന്നാണ് പ്രതി വിനോദ് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പ്രിയംവദയുടെ മക്കൾ ഇത് തള്ളുകയാണ്. അവര് വഴി നടക്കാൻ സമ്മതിക്കില്ല, അവര് മരുമോനുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചായിരുന്നു. അമ്മയുടെ കഴുത്തിൽ 3 പവന്റെ മാലയും കാപ്പാന്റെ ചുട്ടിയും ഉണ്ടായിരുന്നു, മൂക്കിൽ മൂക്കുത്തി ഉണ്ടായിരുന്നു സ്വർണ്ണ, ബാക്കി ഗിൽറ്റ് കമ്മലാണ്. ഇത് കാണുന്നില്ലെന്നാണ് പറയണത് പോലീസുകാർ. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തിരുവനന്തപുരം. 4 മാസം മുമ്പ്, അതായത് ഫെബ്രുവരിയിൽ 24 പുറത്തുവിട്ട ഒരു വാർത്ത വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ആറന്മുളയിലെ ഭൂമിയിൽ IT പാർക്ക് പദ്ധതിയുമായി KGS കമ്പനി രംഗത്തു വരുന്നു എന്ന വാർത്തയായിരുന്നു പ്രൈം ടൈം വിത്ത് എസ്കേനിൽ 24 പൊളിറ്റിക്കൽ എഡിറ്റർ R. ശ്രീജിത്ത് പുറത്തുവിട്ടത്. TOFL പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് എന്ന പേരിൽ സർക്കാരുമായി യോജിച്ച് പദ്ധതി നടത്താമെന്നറിയിച്ച് കമ്പനി IT വകുപ്പിനെ സമീപിച്ചിരുന്നു. ഫെബ്രുവരി 22-ന് 24 സംപ്രേഷണം ചെയ്ത ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമിയിൽ IT പാർക്ക് പദ്ധതിയുമായി വിമാനത്താവള സംരംഭകരായ KGS ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. ഇൻഫോ പാർക്ക് ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് എന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ പേര്. 7000 കോടി രൂപയുടെ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലുമെന്നാണ് വാഗ്ദാനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഒരു IT പാർക്ക് കൊണ്ടുവരുന്നതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഇതിലൂടെ ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തി ക്രമീകരിച്ച ഭൂമിയിൽ തന്നെ IT പാർക്ക് തുടങ്ങാനാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. IT വകുപ്പിനാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അപേക്ഷയും മറ്റും നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നൽകും. ശ്രീജിത്ത്, നമ്മൾ ഫെബ്രുവരിയിൽ നൽകിയ വാർത്തയാണ്. ഇന്ന് അത് മറ്റ് പലയിടത്തും വാർത്തയാവുകയും സജീവ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്തൊക്കെ നടന്നിട്ടുണ്ട്? അതിൻ്റെ തുടർച്ച ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു ഇപ്പോൾ? വിജയകുമാർ, ഫെബ്രുവരി 22-നാണ് പ്രൈം ടൈം SKN ഷോയിൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ആറന്മുള വിമാനത്താവള കമ്പനിയുടെ പ്രായോജകരായ KGS ഗ്രൂപ്പ് മറ്റൊരു പേരിലാണ് പുതിയ കമ്പനിക്കായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ കമ്പനിയുടെ പേര് TOFL പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് എന്നാണ്. 7000 കോടി രൂപയുടെ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലവസരം നൽകുന്ന ഒരു വിപുലമായ ഇലക്ട്രോണിക് പാർക്ക് പദ്ധതിക്കാണ് സർക്കാരിനെ ഈ ഗ്രൂപ്പ് സമീപിച്ചത്. ഈ പദ്ധതിയുടെ അതേ പ്രോജക്റ്റുമായി വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച് ഫെബ്രുവരി 23-ന്
സംഘടിപ്പിച്ച ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് എന്ന അതായത് ആഗോള നിക്ഷേപക സംഗമത്തിലും ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചിരുന്നു. ഈ പദ്ധതിയുടെ അപേക്ഷ ആദ്യം IT വകുപ്പിനാണ് നൽകിയത്. IT വകുപ്പ് ഈ പദ്ധതിയിൽ പ്രത്യേകിച്ചും 132 ഏക്കർ ഭൂമിയാണ് ഈ കമ്പനിയുടെ കൈവശമുള്ളത്. ഇതിൽ 16 ഏക്കർ മാത്രമേ 16 ഹെക്ടർ മാത്രമേ കരഭൂമിയുള്ളൂ. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ലംഘനമായതുകൊണ്ടാണ് വിമാനത്താവള പദ്ധതിക്ക് നേരത്തെ അനുമതി നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പിൽ നിന്ന് അഭിപ്രായം തേടി. കൃഷിമന്ത്രി P. പ്രസാദ് പദ്ധതി എതിർത്തുകൊണ്ട് വിശദമായ കുറിപ്പെഴുതി. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിൻ്റെ ശക്തമായ എതിർപ്പ് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും പദ്ധതിയുമായി ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ വന്നതുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൃഷി വകുപ്പിനോട് സർക്കാർ ഈ അഭിപ്രായം തേടി. അപ്പോഴും കൃഷി വകുപ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ആഗോള നിക്ഷേപ സംഗമത്തിൽ വന്ന പദ്ധതി എന്ന നിലയ്ക്ക് ഇപ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം ചീഫ് സെക്രട്ടറി സമിതി എടുക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കൃഷി വകുപ്പിൻ്റെ എതിർപ്പ് അവിടെ വളരെ സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. യെസ്, ഫെബ്രുവരി 22-നാണ് നമ്മൾ ഈ വാർത്ത നൽകിയത്. അതിനുശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൃഷി വകുപ്പ് ഈ പദ്ധതിയെ എതിർക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ കൃഷി വകുപ്പ് എതിർക്കുമ്പോഴും സർക്കാർ എന്ന നിലയിൽ ആ പദ്ധതി മുന്നോട്ട് തന്നെയാണ്. അതിന്മേൽ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ സ്വർണ്ണമാല കവർന്നു. കുറുമ്പയിൽ സ്വദേശിനിയും കുഞ്ഞിപ്പറമ്പത്ത് ശോഭയുടെ മാലയാണ് മോഷ്ടിച്ചത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. കോഴിക്കോട്ടുനിന്ന് ഷഹദ്, സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം സംഘങ്ങൾ സജീവമാണിപ്പോൾ എന്ന വിവരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഈ കോഴിക്കോട്ട് നിന്നുള്ളത്. കൊച്ചിയിലും അടക്കം, കൊച്ചി ഉൾപ്പെടെ കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ സമാന സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണോ കോഴിക്കോട്ടും നടക്കുന്നത്? ഒരുപക്ഷെ ഒരേ സംഘങ്ങളാവാം അല്ലേ? വിജയകുമാർ, അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ വയോധിക കടയിലേക്ക് പോവുകയായിരുന്നു. കടയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ 2 പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾ റോഡിൽ നിൽക്കുകയും മറ്റൊരാൾ ബൈക്കിൽ ഇരിക്കുകയുമായിരുന്നു. മഴ പെയ്യുന്ന സമയമാണ്, മഴക്കോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. കടയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരെ അവിടെ കണ്ടു. തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരാളുടെ വീട് അറിയാമോ എന്ന് ചോദിക്കുന്നത്. ആ വീട് അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ അത് ആരാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ വയോധികയുടെ താരിമാല പറിച്ചുകൊണ്ട് ഇവർ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നത്. ആ സമയത്ത് തന്നെ ഈ വയോധിക നിലവിളിക്കുന്നുണ്ട്, ശബ്ദം വെക്കുന്നുണ്ട്. പക്ഷേ മഴയാണ്, അങ്ങനെ റോട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരെ ആ സമയത്ത് പിടികൂടാനും സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഒരുപക്ഷെ ഈ സംഭവ സ്ഥലം കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയായിരിക്കാം ഇതിന് പിന്നിൽ എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. യെസ്, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. നിലമ്പൂരിൽ പോരാട്ടച്ചൂട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാളെ കൊട്ടിക്കലാശം. പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ PV അൻവറിന്റെ റോഡ് ഷോയിലെ ആൾബലത്തെ ചൊല്ലി ഇരുമുന്നണികളിലും ചർച്ചകൾ സജീവം. PV അൻവർ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകമല്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അൻവറിന്റെ റോഡ് ഷോയിൽ വന്നവർ എവിടെ നിന്നുള്ളവരാണ് എന്നറിയില്ലല്ലോ എന്ന് രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. റോഡ് ഷോയും കുടുംബ സംഗമങ്ങളുമൊക്കെയായി അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. ഇന്നലെ യൂസഫ് പത്താനെ പങ്കെടുപ്പിച്ച് PV അൻവർ നടത്തിയ റോഡ് ഷോയിലെ ജനപങ്കാളിത്തം LDF-ലും UDF-ലും ചർച്ചയാണ്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കുമെന്നത് നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും തല പുകയ്ക്കുന്നുമുണ്ട്. വോട്ടിംഗിൽ അടിയൊഴുക്ക് മാത്രമല്ല, മുകളിൽ നിന്നും ഒഴുക്കുണ്ടാകുമെന്ന് PV അൻവർ. 75,000 വോട്ടുകൾ കുറയാത്ത വോട്ട് ചെയ്യാൻ പിടിക്കും. LDF-ന്റെ സ്ഥാനാർത്ഥി 30,000 to 35,000 വോട്ടുണ്ടാവും. UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് മാക്സിമം 40,000 to 45,000 വോട്ടുണ്ടാവും. BJP-ക്കാർ അറൗണ്ട് 5,000 വോട്ടുണ്ടാവും. 5,000 വോട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ വസ്തുത. ഐ വിൽ ഗെറ്റ് അറൗണ്ട് 75,000 വോട്ട്. അൻവറിന്റെ പ്രചാരണം പരാമർശിക്കപ്പെടേണ്ട വിഷയമേ അല്ലെന്ന് M. സ്വരാജ്. ബാധിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലമ്പൂരിൽ LDF UDF പോരാട്ടമെന്ന് ആര്യാടൻ ഷൗക്കത്ത്.
അൻവർ ഫാക്ടറിയിലെന്ന് KPCC അധ്യക്ഷൻ. എല്ലാ ഘടകങ്ങളും UDF അനുകൂലമാണ്, സർക്കാരിനെതിരാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. ചേലക്കര മത്സരിച്ചുള്ള അൻവറിന്റെ സ്ഥാനാർത്ഥി വാട്ട് വാസ് ദ ഇമ്പാക്ട്? ദാറ്റ് വിൽ ബി റിപ്പീറ്റഡ് ഹിയർ ഓൾസോ. ഒരിക്കലും ഒരു ഫാക്ടർ അല്ലല്ലോ. LDF, UDF, NDA മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂട്ടത്തോടെ നിലമ്പൂരിൽ പ്രചാരണത്തിലാണ്. UDYFന്റെ റോഡ് ഷോ വൈകിട്ട് നടക്കും. LDFന്റെ മഹാകുടുംബ സംഗമവും ഇന്ന് നടക്കും. ടീം 24 നിലമ്പൂർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. കാസർഗോഡ് ധർമ്മത്തടുക്കയിൽ കെട്ടിടം തകർന്നു വീണു. കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണും അപകടമുണ്ടായിട്ടുണ്ട്. തലമുകൾ ചെല്ലങ്കയത്താണ് ഈ അപകടമുണ്ടായത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ കനത്ത മഴ വലിയ തോതിൽ നാശം വിതയ്ക്കുകയാണ്. ഈ കാറിലുണ്ടായിരുന്ന ആള് രക്ഷപ്പെട്ടല്ലോ അല്ലേ? വിജയകുമാർ, ആർക്കും പരിക്കില്ല എന്നാണ് ആശ്വാസകരമായ വിവരം പുറത്തുവരുന്നത്. കാസർഗോഡ് ധർമ്മത്തടുക്കയിലാണ് ഈ അപകടമുണ്ടായത്. തലമുകർ ചള്ളങ്കയമാണ് ഈ പ്രദേശം. അവിടെ ഈ കുന്നിന്റെ പേര് പ്രദേശവാസികൾ പറയുന്നത് തൊപ്പിക്കുന്ന് എന്നാണ്. ഈ തൊപ്പിക്കുന്ന് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവിടെ ഇപ്പോൾ 5 വീടുകൾക്ക് അപകട ഭീഷണി ഉണ്ട് എന്ന് പറയുന്നു. ഈ പ്രദേശവാസിയായ ധർമ്മത്തടുക്ക ചള്ളങ്കയം സ്വദേശി മുഹമ്മദ് ഹാരിസ് മാതാവിനെയും കൊണ്ട് ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിനായി പോയി തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്ന വീട്ടിലേക്ക് വണ്ടി കയറില്ല. അങ്ങനെ കാറ് ആ സ്ഥലത്ത് നിർത്തി അവർ വീട്ടിലേക്ക് പോയ അതിന് പുറകെ ആ കുന്ന ഇടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. പ്രദേശത്തൊരു CPIMന്റെ പാർട്ടി ഓഫീസുണ്ട്. ആ പാർട്ടി ഓഫീസിന്റെ ഭാഗത്തേക്ക് കൂടി ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്നുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാറിന്റെ ഭാഗികമായി, അതായത് കാറിന്റെ മുൻവശം പൂർണ്ണമായും മണ്ണിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി ഭാഗത്ത്, അതായത് ഗ്ലാസുകളൊക്കെ, പുറകുവശത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആർക്കും പരിക്കില്ല എന്നതാണ് ഈ ആശ്വാസകരമായ കാര്യം. അത്ഭുതകരമായാണ് ആ വീട്ടുകാർ രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്ക് അവർ അപ്പോൾ മാത്രം അവിടെ നിന്ന് മാറിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് അവർ മാറിയതിന് തൊട്ട് പുറകെയാണ് ഈ കാറിന് മുകളിലേക്ക് ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്നത്. വലിയൊരു കുന്നാണ്. 5ഓളം വീടുകൾ ആ പ്രദേശത്തുണ്ട്. ആ വീടുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നു. അപകട സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് വിജയകുമാർ. അവിടെ ഉള്ള ആളുകളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അരുൺ? അങ്ങനെ മണ്ണിടിച്ചിലിന് തുടർച്ചയായി ഇനി അപകടത്തിന് സാധ്യതയുണ്ടെങ്കിൽ അവരെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വരില്ല? ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ശക്തമായ മണ്ണിടിച്ചിലാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അപകട സാധ്യതാ മേഖലയാണെന്ന് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിജയകുമാർ, ഇത് കാസർഗോഡ് നഗരത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു റോഡാണ്. ആ റോഡിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആ റോഡിന് സമീപത്തുള്ള വീടുകൾക്കാണ് ഇപ്പോൾ കേടുപാടുകൾ പറ്റിയതും കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുള്ളത്. ആ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള 5 വീടുകളിലുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ജില്ലാ ഭരണകൂടം അതിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട്. ആ കുന്ന് ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ വീഴുകയാണെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് വിജയകുമാർ. യെസ്, അരുൺ പാറക്കിലാണ് ഈ വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ മഴ അതിശക്തമാണ്. ആ മേഖലയിൽ മണ്ണിടിച്ചിലടക്കം പ്രശ്നങ്ങളുണ്ട്. അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ചില കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. പുറംകടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലേത് എന്ന് കരുതുന്ന വസ്തുക്കൾ തീരത്തേക്കടിഞ്ഞു തുടങ്ങി. ആലപ്പുഴയിൽ വാതകം നിറയ്ക്കുന്ന ടാങ്കറും സേഫ്റ്റി ബോട്ടും കരയിലെത്തി. എറണാകുളം ചെല്ലാനത്ത് തീരത്തടിഞ്ഞ വീപ്പ വാൻഹായ് കപ്പലിലേതല്ല എന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് വാൻഹായ് കപ്പലിലേതെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കരയിലേക്ക് എത്തിത്തുടങ്ങിയത്. ആലപ്പുഴ വളഞ്ഞ വഴിയിൽ ടാങ്കർ കരയിലടിഞ്ഞു. വാതകം നിറയ്ക്കുന്ന ടാങ്കർ എന്ന് സ്ഥിരീകരിച്ചതോടെ തീരത്ത് ആശങ്ക. എന്നാൽ ടാങ്കർ കാലിയെന്ന് കമ്പനി അധികൃതർ അറിയിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ഇത് MD ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. അപ്പം നമ്മൾ സൗണ്ട് കേട്ടിട്ട് ആ രീതിക്കാണ് തോന്നുന്നത് MD ആണ്. അപ്പം MD ആണെങ്കിലും ഇത് നിറയാണെങ്കിൽ തന്നെയും നമുക്ക് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എക്സ്പേർട്ട് ടീം, അതിന് എക്സ്പേർട്ട് ടീം, സാൽവേജിന്റെ ടീമുണ്ട്. അപ്പോൾ അവർ തന്നെ വന്ന് ഇത് കൈകാര്യം ചെയ്യാൻ നമ്മൾ പറയുന്നത്. ആലപ്പുഴ പറവൂർ തീരത്ത് വാൻഹായ് കപ്പലിലെ സേഫ്റ്റി ബോട്ടും കണ്ടെത്തി. വരും ദിവസങ്ങളിലും ആലപ്പുഴ, എറണാകുളം, കൊല്ലം തീരങ്ങളിൽ കപ്പലിലെ വസ്തുക്കൾ എത്തിയേക്കുമെന്ന് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ആലപ്പുഴ. കാസർഗോഡ് കുമ്പള കോയിപ്പാടിയിൽ കരയ്ക്കടിഞ്ഞ ബാരൽ ഗുജറാത്ത് ആസ്ഥാനമായ മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന് കൈമാറും.
ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടറും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പരിശോധന നടത്തിയ ശേഷമാണ് ബാരൽ കൈമാറുക. HNO3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബാരലിൽ നൈട്രിക് ആസിഡ് തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനാ ഫലം വന്ന ശേഷമേ ഇതിലൊരു വ്യക്തതയുണ്ടാകൂ. കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട 2 കപ്പലുകളിൽ നിന്ന് വീണ ബാരലല്ല ഇത് എന്ന് പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കേരള തീരത്തെ MSC എൽസ 3 കപ്പലപകടത്തിൽ 5.97 കോടി രൂപ കെട്ടിവെച്ചുവെന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചു. കപ്പലപകടത്തിൽ നഷ്ടം നേരിട്ട കശുവണ്ടി ഇറക്കുമതിക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. കപ്പൽ കമ്പനി നൽകിയ തുക സ്ഥിര നിക്ഷേപം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. 1 വർഷത്തേക്ക് ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാനാണ് ഹൈക്കോടതി രജിസ്ട്രിക്ക് സിംഗിൾ ബെഞ്ച് നൽകിയ നിർദ്ദേശം. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള MSC മാൻസ F കപ്പൽ തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് കപ്പൽ ഉടമകൾ പണം കെട്ടിവെച്ചത്. പാലക്കാട് കോട്ടായിൽ കോൺഗ്രസ് ഓഫീസിന് ചുവന്ന പെയിന്റ് അടിക്കാൻ ശ്രമം. പാർട്ടി വിട്ട് CPM-ൽ ചേർന്ന K മോഹൻകുമാറിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഓഫീസ് തന്റെ സ്വത്താണെന്നും ഇതിന് രേഖയുണ്ട് എന്നുമാണ് മോഹൻകുമാറിന്റെ വാദം. കോട്ടായിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ CPM-ൽ ചേർന്നതിന് പിന്നാലെ പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായത്. അത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണോ? സംഘർഷം ഇപ്പോഴുമുണ്ടോ അവിടെ? തീർച്ചയായും വിജയകുമാർ, അതായത് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു മോഹൻകുമാർ ഏതാനും മാസങ്ങളായി വലിയ അകൽച്ച DCC നേതൃത്വത്തോടും അവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരോടും തുടർന്നു വരികയായിരുന്നു. ഈ കോൺഗ്രസിലെ ചില മണ്ഡലം ഭാരവാഹികളെ ബ്ലോക്ക് ഭാരവാഹികളൊക്കെ പ്രഖ്യാപിച്ചതിൽ വലിയ അതൃപ്തി മണ്ഡലം പ്രസിഡന്റായ മോഹൻകുമാറിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ കൺവെൻഷനൊക്കെ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മോഹൻകുമാർ CPIM-ലേക്ക് അദ്ദേഹത്തിന്റെ ബ്ലോക്ക് ഭാരവാഹികളെയും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികളെയും ഒക്കെ കൂട്ടി ഏതാണ്ട് 100ഓളം വരുന്ന ആളുകളെ കൂട്ടി CPIM-ലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ആ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കോൺഗ്രസ് ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുന്നത്. കോൺഗ്രസ് ഓഫീസിന് ചുവന്ന പെയിന്റ് അടിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഈ ഓഫീസ് തന്റെ പേരിലാണ്, തന്റെ സ്വത്താണ് എന്നാണ് മോഹൻകുമാറിന്റെ വാദമുള്ളത്. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയുടെ മറ്റു പല മേഖലകളിൽ നിന്നും വന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇത് തടയാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും അവിടെ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ എഗ്രിമെന്റ് ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇത് അംഗീകരിക്കില്ല. ഈ സ്ഥലം ഒരു കാരണവശാലും ഈ ഓഫീസ് വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. കൂടുതൽ CPIM പ്രവർത്തകർ ഈ കൊട്ടായിലെയും അതുപോലെ തന്നെ കോഴമംഗലത്തു നിന്നും പരിസര പ്രദേശത്തു നിന്നും ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് ആ വിവരം. എന്തായാലും സംഘർഷാവസ്ഥ തുടരുകയാണ്. പോലീസ് ഒരു രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഒരു ചർച്ചയിലേക്ക് കടക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടായിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് മോഹൻകുമാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന പ്രവർത്തകരാണ്, ബ്ലോക്ക് ഭാരവാഹികൾ അതുപോലെ തന്നെ DCC ഭാരവാഹികൾ അടക്കം ചില ആളുകൾ ഒക്കെയാണ് ഇപ്പോൾ രാജിവെച്ച് കോൺഗ്രസ് വിട്ട് CPIM-ൽ ചേർന്നിരിക്കുന്നത്. ഓഫീസ് തന്റെ പേരിലാണ്, അത് തന്റെ സ്വത്താണ് എന്നും അതിന് രേഖയുണ്ട് എന്നുമാണ് മോഹൻകുമാർ വാദിക്കുന്നത്. അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മോഹൻകുമാർ. അദ്ദേഹത്തോടൊപ്പം നിരവധി പ്രവർത്തകരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേർന്നിട്ടുണ്ട്. ആ പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ശ്രമം തടഞ്ഞു. അവിടെ സംഘർഷം തുടരുകയാണ്. ഒരു വിവരം ഇപ്പോൾ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. നേരത്തെ ബേവഞ്ചിയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ അവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു വലിയ തോതിൽ. ദേശീയപാത 66-ൽ അവിടെ ഗതാഗത നിയന്ത്രണം തുടരുമെന്നിപ്പോൾ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മഴ തീരുന്നാൽ മാത്രമേ ആ മണ്ണ് നീക്കാൻ കഴിയൂ എന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. മേഖലയിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അവിടെ ഗതാഗത നിയന്ത്രണമൊക്കെ തുടരുകയാണ്. മണ്ണ് നീക്കാൻ ഇനി മഴ കഴിയണം. തൃശൂർ ചാലക്കുടിയിൽ പെയിന്റ് ഗോഡൌണിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് എന്ന പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. 5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ 8 മണിയോടെ കടയിലെ ജീവനക്കാരിയാണ് തീപിടുത്തം കണ്ടത്. പെട്ടെന്ന് തീപിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ വലിയ ആശങ്ക ഒഴിവായി.
2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം കൺട്രോളാണ്. നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ ചാലക്കുടി യൂണിറ്റ് മറ്റ് അനുബന്ധ യൂണിറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. തീ കൺട്രോളിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ അങ്ങനെ ഒരു കത്താൻ സാധ്യത ഉണ്ടെങ്കിലും ഇത്രയും യൂണിറ്റുകൾ ഉള്ളത് കൊണ്ട് നമുക്കത് അണയ്ക്കാനായിട്ട് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏരിയകളെല്ലാം നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് പരിഭ്രാന്തപ്പെടേണ്ട യാതൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ഏകദേശം 5 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് നിഗമനം. പക്ഷേ വലിയ ഒരു ദുരന്തമായി ഇത് മാറാതെ സംയോജിതമായ ഫയർഫോഴ്സിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ട് അത് പരിഹരിക്കാനായിട്ട് സാധിച്ചു. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂ എന്നും ഫയർഫോഴ്സ് അറിയിച്ചു. 24 തൃശൂർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ മടക്കം വൈകും. സാങ്കേതിക പരിശോധനകൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതും മടക്കം വൈകാൻ കാരണമായി. യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35 വിമാനം പ്രതികൂല കാലാവസ്ഥയിൽ ഇന്ധനം കുറഞ്ഞതോടെയാണ് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇന്നലെ ആഭ്യന്തര വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിച്ച ശേഷം ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനത്തിൽ ഇന്ധനം നിറച്ചു. വിമാനത്തിൽ ചില സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ തുടർ പരിശോധനകൾ നടത്തുകയാണ്. സാങ്കേതിക ക്ലിയറൻസ് ലഭിച്ച ശേഷം കടലിൽ കാലാവസ്ഥ അനുകൂലമായാൽ തിരികെ പോകാൻ അനുമതി ലഭിക്കും. കേരള തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി കടലിൽ 36,000 അടിയോളം പറന്നുയർന്ന F-35 വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ കാരണം കപ്പലിൽ തിരിച്ചിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നാലെയാണ് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തത്. 24 തിരുവനന്തപുരം. ആലപ്പുഴ ചാരുമൂട്ടിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരാളുടെ സ്ഥലത്തെ കിണയിൽ നിന്നാണ് ഷോക്കേറ്റത് എന്ന് ബന്ധുക്കൾ പറയുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? വിജയകുമാർ, താമരക്കുളത്തുള്ള ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് പോകും വഴിയാണ് ഈ ഷോക്കേറ്റ് മരിക്കുന്നത്. മറ്റൊരാളുടെ, ഈ താമരക്കുളം സ്വദേശിയായ ജോസ് എന്നയാളുടെ കൃഷിയിടത്തിൽ കൂടെ വേണം ഇത് ഈ ശിവൻകുട്ടിയുടെ കൃഷിയിടത്തിലേക്ക് പോകാൻ. അങ്ങനെ ഈ ജോസിന്റെ കൃഷിയിടത്തിൽ നിരന്തരമായി പന്നി ശല്യം ഉണ്ടായിരുന്നു. ഈ പന്നികളെ പിടികൂടുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് അവിടെ ഒരു പന്നിക്കണി സ്ഥാപിക്കുന്നത്. അതിൽ കാൽ കുടുങ്ങിയാണ് ശിവൻകുട്ടി മരിക്കുന്നത് എന്നുള്ളതാണ് ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്ന മറ്റ് നാട്ടുകാരും അടക്കം പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ നൂർനാട് ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഈ പന്നിക്കണി സ്ഥാപിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് KSEBയും പോലീസും ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ പന്നിക്കണി സ്ഥാപിച്ച സ്ഥലത്തേക്ക് വൈദ്യുതിയെടുത്ത സമീപത്തെ ഒരു കെട്ടിടവും KSEB അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പന്നിക്കണി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു സ്ഥിരീകരണം എത്തിയിട്ടുണ്ട്. ഈ മരിച്ച ശിവൻകുട്ടി ഒരു ക്ഷീര കർഷകനാണ്. ഒപ്പം മറ്റ് ചെറിയ കൃഷിയുമൊക്കെ ചെയ്താണ് ഈ കുടുംബം അദ്ദേഹം പോറ്റിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ തളർന്നു കിടക്കുകയാണ്. അങ്ങനെ തീർത്തും സാധാരണഗതിയിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. എന്തായാലും ആ കുടുംബത്തിനൊരു മോവാണ് ഇദ്ദേഹത്തിന്റെ മരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരാളുടെ സ്ഥലത്തെ സ്ഥാപിച്ച കെണിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഷോക്കേറ്റതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസും KSEB ഉദ്യോഗസ്ഥരും അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഹൈസ്കൂൾ ക്ലാസ് സമയമാറ്റം നിലവിൽ വന്നു. രാവിലെ 9:45 മുതൽ ഉച്ചതിരിഞ്ഞ് 4:15 വരെയാണ് ഇനി ക്ലാസ് സമയം. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ എതിർപ്പ് നിലനിൽക്കുമ്പോഴാണ് സമയമാറ്റം. +1 3ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷനും തുടങ്ങി. 8, 9, 10 ക്ലാസുകൾക്ക് രാവിലെ 9:45 ക്ലാസുകൾ തുടങ്ങി. നേരത്തെ ക്ലാസുകൾ 4 മണിക്ക് അവസാനിച്ചിരുന്നു. ഇന്നു മുതൽ 4:15 വരെ. തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് ഈ സമയക്രമം. വെള്ളിയാഴ്ചകളിൽ 10 മണി മുതൽ 4 മണി വരെ തന്നെയാണ് ക്ലാസുകൾ. ഈ അക്കാദമിക് വർഷം 6 ശനിയാഴ്ചകളിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ക്ലാസുകളും ഉണ്ടാകും. സമസ്തയും പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരും സമയമാറ്റത്തിനെതിരെ എതിർപ്പറിയിച്ചിരുന്നു. ഔദ്യോഗികമായി പരാതി ലഭിച്ചാൽ പരിഗണിക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ ക്ലാസ് സമയം ഉറപ്പാക്കണം. ഇതിനായി ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് 6 അധിക ശനിയാഴ്ചയും ദിവസവും അരമണിക്കൂർ അധികവും ക്ലാസ് സമയം വർദ്ധിപ്പിച്ചത്. 24 തിരുവനന്തപുരം.
ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഭാരതാംബ വിവാദത്തിലാണ് SFI പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്ന. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അലക്സ് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകും. അലക്സ്, പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? അവിടെ ഒന്ന് മാറ്റിയിട്ടുണ്ടോ? വിജയകുമാർ, പ്രവർത്തകർ വിവിധ ഘട്ടങ്ങളായി, അതായത് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രവർത്തകരുടെ പ്രതിഷേധവുമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ കണ്ടിരുന്നു, ഈ ഭാരതാംബ വിവാദമൊക്കെ കണ്ടിരുന്നു. ഈ രാജ്ഭവനെ RSS വൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വലിയ ആരോപണം SFI മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഇടത് സംഘടനകളാകെ മുന്നോട്ട് വെക്കുന്നുണ്ട്. CPM ഉം CPI ഒക്കെ വലിയ പ്രതിഷേധം. CPI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവർണറെ വഴിയിൽ തടയുന്നതടക്കം നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് SFIയുടെ ഈ സമരം. അതിന് പ്രധാനമായി അവർ പറയുന്നത് ഈ RSS ആചാര്യന്മാരായ ഹെഡ്ഗേവാറിന്റെയും ഗോൾവാൾക്കറുടെയും ചിത്രം ഈ രാജ്ഭവനുള്ളിലുണ്ട്. ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിനുള്ളിൽ ഇത്തരത്തിൽ RSS ആചാര്യന്മാരുടെ ചിത്രം വെക്കേണ്ട സ്ഥലമല്ല, അത് നീക്കം ചെയ്യണമെന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. അവരുടെ പ്രതിഷേധം ഇന്നൊരു ഓർഗനൈസ്ഡ് രൂപത്തിലായിരുന്നില്ല. അതായത് ഒരു പ്രതിഷേധ പ്രകടനമായോ മറ്റോ ആയിരുന്നില്ല അവർ ഇവിടേക്ക് വന്നത്. അവർ പെട്ടെന്ന് പൊടുന്നനെ ഓടിയെത്തി ഈ രാജ്ഭവൻ മുന്നിലേക്ക്, രാജ്ഭവന്റെ മതിലിലേക്ക് ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങൾ പതിപ്പിക്കുന്നതിനുള്ള ശ്രമം, അങ്ങനെ ഒരു വേറിട്ട പ്രതിഷേധമാണ് SFIയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ കനത്ത കാവലായിരുന്നു രാജ്ഭവൻ പ്രദേശം മുഴുവൻ, രാജ്ഭവന്റെ അങ്കണവും രാജ്ഭവന്റെ മുറ്റം മുഴുവൻ കനത്ത കാവലിലായിരുന്നു, പോലീസ് കാവലിലായിരുന്നു. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി പോലീസുകാരാണ് ഇവിടേക്ക് എത്തിച്ചിരുന്നത്. അതുമാത്രമല്ല, ഈ മതിലിനെമ്പാടും, ഈ രാജ്ഭവൻ ചുറ്റുമതിലിനെമ്പാടും പോലീസുകാരെ അവർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാജ്ഭവന്റെ മതിലിനടുത്തേക്ക് ഈ പ്രവർത്തകർ എത്താതിരിക്കാനുള്ള മുൻകരുതൽ പോലീസ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ പ്രവർത്തകർ ഓടിയെത്തിയപ്പോഴേക്കും തന്നെ പോലീസ് ഈ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. പോലീസ് അതങ്ങനെ ഈ പ്രദേശമാകെ ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റു പ്രവർത്തകർ കൂടി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ഈ പ്രതിഷേധം നടത്തണം. അതായത് ഇങ്ങനെ വന്ന് ഈ സമരത്തിന്റെ ഭാഗമായി മതിലിൽ ഗാന്ധിയുടെയും ഒപ്പം ഈ അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങൾ ഒട്ടിച്ച് പ്രതിഷേധം അറിയിക്കാൻ കൂടുതൽ പ്രവർത്തകർ എത്തുമോ എന്നുള്ളതാണ് പോലീസ് തിരിഞ്ഞു നോക്കുന്നത്. എന്താണെങ്കിലും SFIയുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം കൂടി ഉണ്ടായിരിക്കുന്നു. ഇതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് വിജയവർ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ അതായത് സർക്കാരും ഗവർണറുമായി ഈ ദൃശ്യങ്ങൾ രാജ്ഭവന് മുന്നിലാണ്. അവിടെ SFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ഭാരതാംബ വിവാദത്തിലാണ് SFI പ്രവർത്തകർ പൊടുന്നനവേ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.